KPCC സംഘടിപ്പിക്കുന്ന വിജയോത്സവത്തിന് കൊച്ചിയിൽ തുടക്കമായി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി മത്സരിച്ച മുഴുവൻ പേരെയും ഉൾപ്പെടുത്തിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. മഹാപഞ്ചായത്ത് എന്ന പേരിൽ മറൈൻ ഡ്രൈവിൽ നടന്ന പരിപാടി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേടിയത് ചരിത്ര വിജയമാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. കേരളത്തിൽ തൊഴിലില്ലായ്മയടക്കം നിരവധി പ്രശ്നങ്ങളുണ്ട്. മികച്ച രാഷ്ട്രീയ ബോധമുള്ള ജനതയാണ് കേരളത്തിലേതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. There is a huge unemployment problem in this state. The UDF and the Congress party have to provide a vision for Kerala which addresses this unemployment problem. That the leadership on this stage has the ability to understand what the people of Kerala want and deliver what the people of Kerala need. For any government to succeed, the leadership needs to be accessible to the people. സിജോ വർഗീസ് വിവരങ്ങൾ നൽകും. സിജോ, നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസിന്റെ ശക്തി പ്രകടിപ്പിക്കുന്നത് കൂടിയായി മാറിയോ വിജയോത്സവം? ദിവ്യ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച ആളുകളെയും ഒപ്പം തന്നെ മത്സര രംഗത്തുണ്ടായിരുന്നവരെയും അണിനിരത്തിക്കൊണ്ടാണ് KPCCയുടെ നേതൃത്വത്തിൽ വിജയോത്സവം എന്ന പേരിൽ മഹാപഞ്ചായത്ത് സംഘടിപ്പിച്ചത്. അതായത് തിളക്കമാർന്ന വിജയമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഒരു മുന്നൊരുക്കം എന്ന നിലയിൽ കൂടിയാണ് KPCC ഈ പരിപാടിയെ കണ്ടത്. ഈ ചടങ്ങിൽ സംസാരിച്ച KPCCയുടെ മുതിർന്ന നേതാക്കൾ, കേരളത്തിലെയും ദേശീയ തലത്തിലുള്ള നേതാക്കന്മാരുൾപ്പെടെ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. രാഹുൽ ഗാന്ധി പ്രധാനമായും സംസാരിച്ചു വന്നതും കേരളത്തിലെ ജനത പ്രബുദ്ധരായിട്ടുള്ള ജനതയാണ്, മികച്ച രാഷ്ട്രീയ ബോധമുള്ള ഒരു ജനതയാണ്. കേരളത്തിൽ നിന്ന് പാർലമെന്റ് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം താനത് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു ഉചിതമായ തീരുമാനമെടുക്കാൻ കേരളത്തിലെ ജനതയ്ക്ക് കഴിയും എന്നുള്ള ഒരു പ്രത്യാശ അദ്ദേഹം പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ലീലാവതി ടീച്ചറുടെ വസതിയിലെത്തി KPCCയുടെ സാഹിത്യ പുരസ്കാരം സമർപ്പിച്ച ശേഷമാണ് അദ്ദേഹം ഈ പ്രധാന വേദിയായ മറൈൻ ഡ്രൈവിലേക്ക് എത്തിയത്. ലീലാവതി ടീച്ചറുടെ വാക്കുകൾ കടമെടുത്തായിരുന്നു അദ്ദേഹം സംസാരിച്ചു തുടങ്ങിയത്. അതായത് സാംസ്കാരിക നിശബ്ദതയെക്കുറിച്ച് ലീലാവതി ടീച്ചർ പറഞ്ഞു. നിശബ്ദതയുടെ സംസ്കാരം എങ്ങനെയാണ് രാജ്യത്ത് പടർന്നു പിടിക്കുന്നതെന്ന ആ വാക്കുകളിൽ വ്യക്തമാണ്. പ്രധാനമായും ഇന്ത്യ നിശബ്ദമാകണം എന്നാഗ്രഹിക്കുന്നത് RSSും BJPയും ആണ്. അവർ ഇന്ത്യയുടെ ഭൂരിഭാഗം സ്വത്ത് അല്ലെങ്കിൽ ഇന്ത്യയുടെ മുഴുവൻ സ്വത്തും വളരെ കുറച്ചു പേരിലേക്ക് കേന്ദ്രീകൃതമായി ഒതുങ്ങണം എന്ന് ആഗ്രഹിക്കുന്നതാണ്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായാണ് അവർ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ ഈ മലയാളക്കരയുടെ നിശബ്ദതയെ മലയാളക്കരയെ നിശബ്ദരാക്കാൻ ഈ ശക്തിക്കും കഴിയില്ല. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് അത് തെളിയിച്ചതാണ്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും അത് തെളിയിക്കുകയും ചെയ്യും എന്നുള്ള കാര്യമാണ് രാഹുൽ ഗാന്ധി പങ്കുവയ്ക്കുന്നത്. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയം അത് കാര്യക്ഷമമായി ജനങ്ങളിലേക്ക് ഇഴുകിച്ചേർന്ന് കൂടുതൽ പ്രവർത്തിക്കാൻ സാധിച്ചാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കുമെന്നൊരു സൂചന രാഹുൽ ഗാന്ധി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ അധികാരത്തിൽ വരുമെന്ന് പറയുമ്പോഴും ചില ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ്. അത് ജയിച്ചു വന്ന ജനപ്രതിനിധികൾക്കും കോൺഗ്രസ് നേതൃത്വത്തിനും നിയമസഭാ തെരഞ്ഞെടുപ്പിലും മുന്നൊരുക്കമായി പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴും അത് മുമ്പോട്ട് വെച്ച് വേണം, ജനങ്ങളോട് ഇടപഴകി ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് വേണം ഈ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ. എന്ത് ചെയ്യാൻ കഴിയും, അതായത് അധികാരത്തിലെത്തിയാൽ എന്ത് ചെയ്യാൻ കഴിയും എന്ന് കോൺഗ്രസിനാണ് പറയാൻ കഴിയുക. അത്തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് നടക്കേണ്ടത്. കേരളത്തിൽ രാഷ്ട്രീയപരമായും കേന്ദ്രത്തിൽ ആശയപരമായിട്ടുള്ള പോരാട്ടമാണ് കോൺഗ്രസ് നടത്തുന്നത് എന്നുള്ള ഒരു രീതിയിലാണ് രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനം ഉണ്ടായത്. ഒപ്പം തന്നെ ഇവിടെ മതങ്ങൾ ഇടപഴകി ജീവിക്കുന്നു. മികച്ച രാഷ്ട്രീയ ബോധമുള്ള ഒരു ജനതയാണ്, സംസ്കാരം ഉണ്ട്. ഒപ്പം തന്നെ ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് ആ രീതിയിൽ പ്രവർത്തനം ഉണ്ടാകണം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു വിജയം ആശംസിക്കുന്നു എന്നുള്ള ഒരു സൂചനയും ഒരു ശുഭാപ്തി വിശ്വാസവും എല്ലാം പ്രകടിപ്പിക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. എന്തായാലും അത്തരത്തിലുള്ള ആവേശകരമായിട്ടുള്ള ആ ഒരു പ്രസംഗം രാഹുൽ ഗാന്ധി നടത്തി. അതിനുശേഷം ജനങ്ങൾ ചില ചോദ്യങ്ങൾ ചോദിച്ചു, ആശയപരമായി ചില ചോദ്യങ്ങൾ ചോദിച്ചു. അദ്ദേഹം ജനങ്ങളുമായി സംവദിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായും തൊഴിലുറപ്പ് പദ്ധതി അത് നടപ്പാക്കിയ UPA ഗവൺമെന്റാണ്. പക്ഷേ നടപ്പാക്കിയ ആ തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിക്കുന്ന നയം കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്നു. അതായത് ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ അത് പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കി വന്നിരുന്നത്. പക്ഷേ ആ പഞ്ചായത്ത് സംവിധാനങ്ങളെ പോലും അട്ടിമറിക്കുന്ന നയമാണ് നിലവിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. അവരുടെ ഒരു നയം
ഭരണം, അതിൻ്റെ സ്ഥിരാകേന്ദ്രം, അതിൻ്റെ ഭരണത്തിന് ചുക്കാൻ പിടിക്കുന്നത് ഡൽഹിയിൽ നിന്നാകണം എന്ന് അവർ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരെ ലോക്സഭയിൽ വന്ന് തൊഴിലുറപ്പ് പദ്ധതിയെ അവഹേളിക്കുന്ന രീതിയിലുള്ള ഒരു പ്രതികരണം നടത്തി മഹാത്മാഗാന്ധിയുടെ പേര് നീക്കിയതെല്ലാം അതിൻ്റെ ഭാഗമാണ്. എന്തായാലും കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ജനശാക്തീകരണ പദ്ധതിയുമായി മുമ്പോട്ട് കൊണ്ടുപോകും, ജനശാക്തീകരണ പദ്ധതികൾ ആവിഷ്കരിച്ച് മുമ്പോട്ട് പോകുമെന്ന് അദ്ദേഹം ജനങ്ങളുമായി സംവദിക്കുന്ന രീതിയിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല സംസ്ഥാനത്ത് നടക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് സംസ്ഥാന നേതാക്കന്മാർ വേദിയിൽ സംസാരിക്കുകയും ചെയ്തത്. രാഹുൽ ഗാന്ധി പങ്കെടുത്ത മഹാപഞ്ചായത്ത് എന്ന പേരിലാണ് KPCCയുടെ വിജയോത്സവം കൊച്ചിയിൽ തുടക്കമായത്. വിശദാംശങ്ങളാണ് സിജു വർഗീസ് നൽകിയത്.